നമസ്കാരം. ചേർത്തല പള്ളിപ്പുറത്ത് ഒരു വീട്ടുവളപ്പിൽ കത്തിച്ച നിലയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടെ വർഷങ്ങളായ അന്വേഷണം തുടരുന്ന രണ്ട് സ്ത്രീകളുടെ തിരോധാന കേസ് വീണ്ടും അന്വേഷണത്തിൽ മുന്നേറുന്നു. ചേർത്തല കടക്കരപ്പള്ളിയിൽ നിന്നും കാണാതായ ബിന്ദു പത്മനാഭനും കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജയനയമ്മ എന്നിവരെക്കുറിച്ചുള്ള കേസുകളിൽ ആരോപണ വിധേയരായ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിലാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ആൾതാമസമില്ലാത്ത വീടിന്റെ അടുത്തുള്ള സ്ഥലത്ത് ക്രൈംബ്രാഞ്ച് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ജയനയമ്മയെ 2023 ഡിസംബർ 23 കാണാതായത്. അവസാനമായി ഫോൺ ലൊക്കേഷൻ എത്തിയിരുന്ന ഇടം ചേർത്തല പള്ളിപ്പുറമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ പരിശോധനകൾ ആരംഭിച്ചത്. കുഴിച്ചു നോക്കിയപ്പോഴാണ് മനുഷ്യ ശരീരത്തിന് സമാനമായ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ചേർത്തല കടക്കരപ്പള്ളി പത്മനിവാസിൽ പത്മനാഭപിള്ളയുടെ മകൾ ബിന്ദു പത്മനാഭനെ കാണാതായതായി സഹോദരൻ പ്രവീൺ കുമാർ 2017 സെപ്റ്റംബറിൽ നൽകിയ പരാതിയിലാണ് തുടക്കത്തിലുള്ള അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് പട്ടണക്കാട് കുത്തിയത്തോട് പോലീസുകൾ അന്വേഷിച്ച ശേഷമാണ് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. പ്രധാന പ്രതി സെബാസ്റ്റ്യന് നേരെ നുണപരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദുരൂഹതയുമായിരുന്നു കേസുകൾ. ഇപ്പോൾ കണ്ടെത്തലുകൾ അന്വേഷണത്തിന് പുതിയ വഴി തെളിയിക്കുന്നതായി പോലീസ് അധികൃതർ വ്യക്തമാക്കി.